respected dignitaries, dedicated, beloved faculty members, proud parents, and the stars of the day, the graduates, very good evening. I'm so happy to be a part of this wonderful day, the 13th convocation of Raihan College and Hospital. To be a part of this is a greatest blessing, as Salahuddin sir is an inspiration for me always. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ എക്സ്പെക്റ്റ് ചെയ്തു ഈ നമ്മുടെ ഗ്രാജുവേറ്റ്സിൽ നിന്ന്. എനിക്ക് ചെറിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. വാട്ട് ഐ ഹാഡ് പ്രിപ്പയർഡ് ഐ വോണ്ട് ടു ഡീവിയേറ്റ് ഫ്രം ദാറ്റ്. വെൻ മാം ഷോഡ് ആര് വന്ന് ഇത് മേടിക്കുമെന്ന് പറഞ്ഞപ്പം ഈ സത്യം പറഞ്ഞാൽ നല്ല സങ്കടമായി. എൻ്റെ പെൺകുട്ടികൾ എന്തുകൊണ്ട് വന്നില്ല? You don't want opportunities are coming on your way and you don't dare to take it. ഇത്ര താഴെ വന്ന് അത് മേടിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന്. ഇറ്റ്സ് റിയലി സാഡ്. എപ്പോഴും വുമൺ എംപവർമെൻറ്റും വുമൻ്റെ സ്ട്രെങ്ത്തും ഫെമിനിസവും എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഈ കാലത്ത് ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ഫെമിനിസം, ബട്ട് ഐ വോണ്ട് യു ടു ഹാവ് കറേജ്. അവിടെ നിന്ന് ഇങ്ങോട്ട് എണീറ്റ് വരാൻ ഇത്ര ആളുടെ മുന്നിൽ വരുന്ന് മേടിക്കാൻ നിങ്ങൾക്ക് കറേജ് വേണം. So I request my girls, everyone, to have that courage to capture, to attain that opportunity. അത് ഗ്രാബ് ചെയ്യണം. നിങ്ങൾ ഓടി വന്ന് എടുക്കണം നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ്. ആസ് മാം ഓൾറെഡി ടോൾ, I'll tell you one of my example. ഞാൻ ഡെൻ്റൽ കോളേജിൽ വരുന്നത് 2017-ലാണ്. I'm into, I hope you know, I'm into 3 educational institutions where we have dental, pharmacy college and an arts and science college. So on my first day into college, the chairman, Mr. C.P. Ali Baba Haji, my father, he brought me to the college and he was like, Samira, sit, listen, there are 9 dental departments, there are 9 medical departments. ഇങ്ങനെ പേരുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. Then I was like, എനിക്കൊന്നും തലയിൽ കയറുന്നില്ല കേട്ടോ. ഞാൻ ഫിനാൻസ് മാത്രം പഠിച്ചു വന്ന എനിക്ക് ഡെൻ്റൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പേരൊന്നും തലയിൽ കയറുന്നില്ല. എൻഡ് ഓഫ് ദ ഡേ ഐ ഫെൽറ്റ് ലൈക്ക് ഇതെന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ നിർത്തി പോവാൻ നല്ലതെന്ന്. രാത്രി വീട്ടിലെത്തിയപ്പോൾ ഉപ്പ ചോദിച്ചു, വാട്ട് ഡിഡ് യു ലേൺ ടുഡേ? ഞാൻ പറഞ്ഞു, ക്രോസ്തോ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് പഠിച്ചു എന്ന്. ഉപ്പ ചിരിക്കാൻ തുടങ്ങി. കൺസർവേറ്റീവ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റും പ്രോസ്തോ എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റും ചേർത്ത് ഞാൻ പഠിച്ചത് ക്രോസ്തോ എന്നാണ്. അതിന് ഐ വാസ് ലൈക്ക്, ഇത് പറ്റില്ല, ഐ വിൽ ഗിവ് അപ്പ്. പക്ഷേ എന്നും ഇതുപോലത്തെ ദിവസങ്ങളിൽ, അല്ലെങ്കിൽ വെൻ എവർ ഐ ഫീൽ ലൈക്ക് ഐ ആം പ്രൊഫൗണ്ടായിട്ട് നമ്മളൊരു വലിയൊരു അച്ചീവ്മെൻറ്റ് നേടി നിൽക്കുന്ന എല്ലാ ദിവസവും എൻ്റെ ആ ഫസ്റ്റ് ഡേ ഞാൻ ഓർക്കും. ഞാൻ അന്ന് വേണ്ടാന്ന് വെച്ച് തിരിച്ചു പോയിരുന്നെങ്കിൽ ഐ ബി ഇൻ ദ കിച്ചൺ നൗ. ഇപ്പോൾ സമയത്ര 8 മണി 8:30 പാത്രം കഴുകുന്നുണ്ടാവും എല്ലാവരും ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട്. അതിൽ നിന്ന് എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ വന്ന ഓപ്പർച്യൂണിറ്റി ഞാൻ ഡെഫിനറ്റ്ലി ഗ്രാബ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഐ വാസ് റെഡി ടു ട്രൈ. ചെയ്ത് നോക്കാം, വൺ ഡേ കൊണ്ട് ഡിസൈഡ് ചെയ്യേണ്ടതല്ല. ഇനി എന്നെക്കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഐ വിൽ ലേൺ, ഐ വിൽ ടേക്ക് ഹെൽപ്പ്, ഐ വിൽ ഡൂ എന്നുള്ളൊരു സാധനം. ഇറ്റ് ഷുഡ് ബി ദെയർ, നോട്ട് ജസ്റ്റ് ഓൺ ഗേൾസ്, ബോയ്സ്, എവരിബഡി. ആ ഗിവ് അപ്പ് ചെയ്യാതെ കറേജിയസ് ആയിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഉള്ളതാണ് സക്സസ്. ഓൾ ദ സക്സസ്ഫുൾ പീപ്പിൾ ഓവർ ഹിയർ വുഡ് ഹാവ് ഹാഡ് എ ഡേ വേർ ദേ ഹാഡ് സെൽഫ് ഡൗട്ടഡ് ദംസെൽഫ്, എന്നെക്കൊണ്ട് പറ്റുമോ എന്ന്. നമ്മുടെ എല്ലാ ബിസിനസ് ആയാലും എല്ലാ പ്രൊഫഷണൽസ് ആയാലും എവരിബഡി വുഡ് ഹാവ് ഹാഡ് എ ഡേ വേർ ദേ വുഡ് ഹാവ് stopped themselves and paused, should I go ahead എന്ന്. ആ ദിവസം അവർക്ക് കവർ ചെയ്ത് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടുള്ളത് ബിക്കോസ് ഓഫ് their courage and they grabbed their opportunities which God had placed before them. പിന്നെ മാമ് പറഞ്ഞു ഓപ്പർച്യൂണിറ്റീസ് ഇല്ലെങ്കിലും എങ്ങനെ എടുക്കാമെന്ന്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. യു ഓൾറെഡി ഹാവ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, ഗ്രാബ് ഇറ്റ് and make your life successful. And I was like, wanted to say that life doesn't happen always as we plan. നമ്മളെ കാത്തിരിക്കുന്നത് കുറേ പരാജയങ്ങളും ഡിസപ്പോയിൻമെൻറ്റ്, ഹാർട്ട് ബ്രേക്സ്. കുറേ റിലേഷൻഷിപ്പൊക്കെ ബ്രേക്കായി, അല്ല ഫസ്റ്റിൽ സെറ്റാവുന്ന വെച്ചാൽ ഫസ്റ്റിൽ സെറ്റാവില്ല, ഇങ്ങനെ പോകുന്ന കുറേ പ്രശ്നങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ I'll give you an example from my life. While in +2 time, I had really wished to be a doctor. എൻ്റെ ഫാദറിന് 4-5 പെൺകുട്ടികളൊക്കെ ആയതുകൊണ്ട് ആഫ്റ്റർ മൈ +2 ഹി ടോൾഡ്, Samira, let's get married because I have lot of responsibility on my head and I'm growing old.
ഓക്കെ, എൻ്റെ വിഷ് അവിടെ കഴിഞ്ഞ് പെണ്ണാണാൻ വന്നവരടുത്ത് ഫാദർ പറഞ്ഞു, ഐ റിയലി വാണ്ടഡ് ടു മേക്ക് ഹർ എ ഡോക്ടർ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി. Then I thought my life ended there. My husband was supportive. He asked me to continue my education. പിന്നെ MBBS ഒന്നും പോകാൻ കഴിയില്ല, കാരണം ഒരു കുട്ടിയായി, രണ്ടാമത്തെ കുട്ടിയായി, ഇങ്ങനെ പോകുന്ന. So I joined for degree. Classes attend ചെയ്യണം ഗവൺമെൻറ് കോളേജിൽ. I took it as a correspondence, so I had to attend classes. എൻ്റെ കൂടെ ജോയിൻ ചെയ്തവരൊക്കെ MBBS കഴിഞ്ഞു, 5 വർഷമായി. കാരണം തേർഡ് ഇയർ ആയപ്പോൾ ഒരു പ്രഗ്നൻസി, അതുകൊണ്ട് എൻ്റെ അന്ന് 3 ഇയേഴ്സാണ് ഡിഗ്രി. എൻ്റെ ഫൈനൽ ഇയർ എക്സാം എഴുതാൻ കഴിഞ്ഞില്ല. പിന്നെ നെക്സ്റ്റ് ഓപ്ഷനിൽ കുട്ടിക്ക് ഓരോ പ്രശ്നം, അങ്ങനെ ഇറ്റ് വെൻ 5 ഇയേഴ്സ്. ബട്ട് വിത്ത് ഗോഡ്സ് ഗ്രേസ് ഐ ഷുഡ് സേ ദാറ്റ് ഐ കുഡ് കംപ്ലീറ്റ് മൈ ഡിഗ്രി. അത് കഴിഞ്ഞ് ഞാൻ PGക്ക് ജോയിൻ ചെയ്തു. ഇഗ്നോയുടെ ഒരു കോഴ്സ് ഐ ജോയിൻ സൈക്കോളജി. Again, I couldn't continue that. Again, life എപ്പോഴും നമുക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് തരുന്നു വിത്ത് സർപ്രൈസസ്. So I left that. In between, as I told, I joined Malabar Academic City, where the dental college is there. കോവിഡ് വന്നപ്പം നമ്മൾ വീട്ടിലിരിക്കാൻ തുടങ്ങി, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എനിക്ക് തോന്നി ഞാൻ ഡിപ്രഷനിലേക്കാണ് പോകുന്നത്, ബിക്കോസ് ഐ എം നോട്ട് ഡൂയിങ് എനിത്തിങ്, വി ആർ നോട്ട് ഡൂയിങ് എനിത്തിങ്. Then I had the idea of rejoining and doing my PG, which where I stopped. And I could do my PG. I completed from Symbiosis, one of the best colleges in India. ഞാൻ പറയുന്നത്, I don't know whether I'm a role model or an inspiration to you, but I'm just telling you what I did. How did I push myself each situation where I felt I'm stuck, I'm going down. അതിൻ്റെ ഇടയ്ക്ക് I learned bike riding. കുറച്ച് ഡൗൺ ആവുന്ന സമയത്തെ ചിലർക്കുണ്ട് ഹെയർ കട്ടൊക്കെ ചെയ്യും, അപ്പോൾ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ ഞാൻ എപ്പോഴും വിചാരിക്കുക എന്തെങ്കിലും ഒന്ന് പഠിക്കാം, എന്തെങ്കിലും ഒന്ന്. Then I learned bike riding. Then I learned a psychology course, a psychology certificate course. പിന്നെ ഈ ഇൻസ്റ്റയിലൊക്കെ വരും, നിങ്ങൾ ജോയിൻ ഫോർ ദിസ് ഡാൻസ് കോഴ്സ്, ജോയിൻ ഫോർ ദിസ് സംതിങ്, ഡ്രോയിങ്. എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ, ന്യൂ അച്ചീവ് ന്യൂ നോളേജ്. ആസ് അവർ സർ ടോൾ, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ നോട്ട് ചെയ്തു. ഇവരെല്ലാവരും പറയുന്ന നല്ല പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ, പിന്നെ ഇതൊക്കെ ഇവാപ്പറേറ്റ് ചെയ്തു പോകും. നോളേജ്, സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഇതിൽ ആ നോളജ് ഇങ്ങനെ എപ്പോഴും നിങ്ങളിങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കണം. കുറേ വലിയ വലിയ ആൾക്കാർ പറഞ്ഞ, ഐ ഡോണ്ട് നോ ദ എക്സാക്ട് വേർഡ്സ്, ബട്ട് ദർ ഇസ് നോ എൻഡ് ഫോർ നോളേജ്. യു ആർ നോട്ട് ഇനഫ്. എത്ര പഠിച്ചാലും കഴിഞ്ഞിട്ടില്ല, അത്രയും ഇനിയും പഠിക്കാനുണ്ട്. സോ always go behind, learn anything. Maybe ഒരു ഡാൻസ് ആയിക്കോട്ടെ, ഡ്രോയിങ് ആയിക്കോട്ടെ, do something which motivates your brain and you yourself. And education, I feel like ഇപ്പോൾ എല്ലാവരും എഡ്യൂക്കേറ്റഡ് അല്ലേ. മലപ്പുറം ഭയങ്കര ടോപ്പ് ലെവൽ എഡ്യൂക്കേഷനിൽ പോകുന്നതാണ്. Everybody is educated. There are a lot of students who are graduating today. Then you may ask, like, where is your opportunity? നേരത്തെ സാറ് പറഞ്ഞ പോലെ വെറും എഡ്യൂക്കേഷൻ അല്ല, ഇംപ്രൂവ് യുവർ സ്കിൽ, യുവർ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് സാധനം നിങ്ങൾ കണ്ടുപിടിക്കണം. യു ആർ ഗോയിങ് ടു ബി ദിസ് വേ ടു എ പേഷ്യൻറ്റ്. ദിസ് ഇസ് ദ വേ യു മാനേജ് എ പേഷ്യൻറ്റ്, സോ ദാറ്റ് യു ആർ അട്രാക്റ്റഡ് ടു ദ പേഷ്യൻറ്റ്. വരുമ്പം എന്നെ ആ കുട്ടി നോക്കിയാൽ മതി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി, സംതിങ് ആസ് യുവർ സ്കിൽ, മേ ബി യുവർ നോളേജ്, യുവർ ക്യാരക്ടർ, യുവർ മൈൻഡ് സ്കിൽ, സംതിങ് യു ഷുഡ് ഹാവ്. ഇന്ന് ഇത്രയും കോമ്പറ്റീറ്റീവായ വേൾഡിൽ യു ഷുഡ് ഹാവ് സംതിങ് ടു സ്റ്റേ അഹെഡ്. ആൻഡ് സംതിങ് എൽസ് വിച്ച് ഐ ഹാവ് തോട്ട്, ലൈക്ക് എവരിബഡി ഷുഡ് ബി ഗ്രൗണ്ടഡ്. നമ്മുടെ സക്സസ് വരുമ്പം സാറാ പറഞ്ഞു അഹങ്കാരം. ആ സക്സസ് വരുമ്പോൾ എല്ലാവർക്കും തോന്നുന്നൊരു സാധനമാണ്, അതില്ലാണ്ടിരിക്കുക. അതിലേറെ എനിക്ക് വിഷമം തോന്നുന്നത് തോൽവി സഹിക്കാൻ, തോൽവി അക്സെപ്റ്റ് ചെയ്യാനാണ് ആൾക്കാർക്ക് പറ്റാത്തത്, നമ്മുടെ യങ് ജനറേഷന് പറ്റാത്തത്. മേ ബി ആസ് എ ഹാർട്ട് ബ്രേക്ക് ഓർ ആസ് എ ഫെയിലിയർ ഇൻ ദ എക്സാംസ് ഓർ സംവെയർ ഇൻ ദ ലൈഫ്. ഐ എം നോട്ട് ഗോയിങ് ടു മൈ പേഴ്സണൽ ലൈഫ്, ബട്ട് ഐ ഹാഡ് ഫേസ്ഡ് എൻ നമ്പർ ഓഫ് സെറ്റ്ബാക്സ് where I had, but God had helped me and I had decided തോറ്റു കൊടുക്കാൻ പോകുന്നില്ല, ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല, ഞാൻ എല്ലാ പ്രശ്നത്തിനെയും നേരിടാനാണ് പോകുന്നതെന്ന്. എൻ്റെ എല്ലാ മക്കൾക്കും, all my girls over here and the boys should never give up your life. And of course problems are part of life. And society
നമ്മളെ കാണുന്നത്, നമ്മുടെ അടുത്ത് നിന്ന് വേണമെന്ന് പറയുന്നത് സൊസൈറ്റിക്ക് ഒരു 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 ചട്ടക്കൂടുണ്ട്. ഞാൻ പറയും കുറച്ചൊക്കെ ആ ചട്ടക്കൂട് ഒഴിവാക്കി ജീവിക്കണം എന്നാണ്. ലിവ് യുവർ ലൈഫ് ആസ് യു വിഷ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് തോന്നിയ പോലെ ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ, സീറ്റ് ബെൽറ്റ് ഇല്ലാതെ, സാറ് പറഞ്ഞ പോലെ അൺഎത്തിക്കലായിട്ട് എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തല്ലിപ്പൊട്ടിച്ചിട്ടോ അല്ല. നല്ല രീതിയിൽ തന്നെ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളെ ബൗണ്ടറീസിൽ നിന്ന് നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഷുഡ് ലീവ് യുവർ ലൈഫ് ദ വേ വിച്ച് ഈസ് അക്സെപ്റ്റഡ് ബൈ ദ സൊസൈറ്റി. ബട്ട് സൊസൈറ്റിയുടെ ബാഡ് നോംസ് ആർ നോട്ട് ടു ബി അക്സെപ്റ്റഡ്. യു ഡോണ്ട് ഹാവ് ടു ഗോ ബിഹൈൻഡ് ദാറ്റ് ആൻഡ് ഡോണ്ട് ഷ്രിങ്ക് യുവർ സെൽഫ്. നിങ്ങൾ ഒതുങ്ങുമ്പോഴല്ല നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് വരുന്നത്, നിങ്ങളിങ്ങനെ കറേജിയസ് ആയിട്ട് നിൽക്കുമ്പോഴാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നത് എഗെയിൻ ഐ എം സെയിങ് ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ദ റോങ് വേ. ബി വുമൺ ഓഫ് സ്റ്റാൻഡേർഡ്. നിങ്ങൾക്കൊരു പോളിസി, ഒരു റൂള്, നിങ്ങൾക്കൊരു സ്റ്റൈലൊക്കെ ഉണ്ട്, നിങ്ങൾക്കൊരു ഡിസിഷൻ ഉണ്ട്. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇന്ന് നേരത്തെ പലരും പറഞ്ഞു പേഴ്സണാലിറ്റി. വാട്ട് ഈസ് യുവർ പേഴ്സണാലിറ്റി? യുവർ പേഴ്സണാലിറ്റി സ്റ്റാർട്ട്സ് ഫ്രം യുവർ ഡ്രസ്സിങ്, ദ വേ യു വാക്ക്, ദ വേ യു സ്പീക്ക്, ദ വേ യു ലുക്ക് അറ്റ് സംവൺ. ആ ഒരു കോൺഫിഡൻറ്റിൽ നോക്കുന്നത് തൊട്ട് നിങ്ങൾ നടക്കുന്നത് തൊട്ട് എല്ലാം നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വരും. സോ ബി വുമൺ ഓഫ് സ്റ്റാൻഡേർഡ്. എഗെയിൻ ബോയ്സ് ഓൾസോ. ഞാൻ എപ്പോഴും സംസാരിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആയാലും കുറച്ചൊരു മറ്റേ വുമൻസ് ഡേ സ്പീച്ച് പോലെ ആയി പോകും. ഐ എം സോറി ഫോർ ദാറ്റ് ബോയ്സ്, ഐ എം സോറി. ആൻഡ് നിങ്ങൾക്ക് ഒരു വിഷൻ ഉണ്ടാവണം, നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം, നിങ്ങൾ എന്താണ് ആവണ്ടേന്ന്. ഇപ്പം യു ജസ്റ്റ് കംപ്ലീറ്റ് യുവർ ഡിഗ്രി കോഴ്സ്. വാട്ട് ഈസ് നെക്സ്റ്റ്? നിങ്ങൾ അവിടെ അതിൽ തന്നെ നിൽക്കുകയാണോ? വാട്ട് ഈസ് യുവർ PG? വാട്ട് നെക്സ്റ്റ്? എന്താണ് ഞാൻ എവിടെയാണ് എത്തണ്ടേ? ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ട് എനിക്ക് വീട് വേണം, കാറ് വേണം, എൻ്റെ ബാങ്ക് ബാലൻസ് ഇത്രയാവണം, എനിക്ക് ലൈഫ് സക്സസ്ഫുൾ ആവണമെന്ന്. ആസ് ഈക്വൽ ഇൻഡിവിജ്വൽ യു ഓൾ ഷുഡ് ഹാവ് സച്ച് എയിം, വിഷൻ ഇൻ യുവർ ലൈഫ്. എന്താണ് ആവണ്ടേന്ന് ആർക്കും അത്രയ്ക്കൊന്നും ആവണമെന്നില്ല എന്ന് തോന്നുന്നു, പക്ഷെ പറ്റില്ല. ഞാൻ തല്ലിയിട്ടാണെങ്കിലും നിങ്ങൾ എല്ലാവരും യു ഷുഡ് ഹാവ് ദാറ്റ് വിഷൻ ഇൻ യുവർ ലൈഫ് ടു ബി സക്സസ്ഫുൾ വുമൺ. നോട്ട് നമ്മൾ പറയുക എനിക്ക് റെസ്പെക്റ്റ് കിട്ടുന്നില്ല. രാവിലെ എണീറ്റിട്ട് ഭർത്താവിനോട് ചോദിക്കുക, അല്ലെങ്കിൽ വാപ്പാനോടോ ബ്രദറിനോടോ ചോദിക്കുകയാണ്, ഐ വോണ്ട് ബൈ എ ന്യൂ ഡ്രസ് ടുഡേ, പ്ലീസ് ഗിവ് മീ സം മണി. എന്നിട്ടിങ്ങനെ കൈ കാണിക്കാം, എനിക്കൊന്ന് കുറച്ച് പൈസ വേണം, അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ പേ ആണല്ലോ, പ്ലീസ് ഷെയർ സം മണി, സെൻഡ് മീ സം മണി. ആൻഡ് ആർ യു എക്സ്പെക്റ്റിംഗ് റെസ്പെക്ട് ഫ്രം ദം? നമ്മുടെ വീടുകളിൽ വന്ന് നമ്മളോട് യാചിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എന്തെങ്കിലും റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടോ? ഐ ഡോണ്ട് തിങ്ക്. റോഡിൽ നിന്ന് കൈ നീട്ടുന്നവർക്ക് ഒരു റെസ്പെക്റ്റ് ഇല്ല. വി ഷോ ദാറ്റ്. സോ നമ്മൾക്ക് നമ്മുടെ കാലിൽ നിൽക്കാൻ കഴിയാതെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഫുഡ് ഓർ ക്ലോത്ത്സ്, യു ആർ ഡിപ്പെൻഡിങ് ഓൺ പീപ്പിൾ, ഡിപ്പെൻഡിങ് ഓൺ യുവർ ഫാദർ, ബ്രദർ ഓർ ഹസ്ബൻഡ്, ആൻഡ് യു ആർ എക്സ്പെക്ടിങ് റെസ്പെക്ട്. ഡോണ്ട്. യു വിൽ നെവർ ഗെറ്റ് ദാറ്റ്. യു ഷുഡ് ഏൺ, യു ഷുഡ് make money for yourself, and you should stand on yourself emotionally. എന്ന് ഞാൻ പറയുമ്പോൾ ഇമോഷണലി മെൻ്റലി എന്നൊക്കെ ഞാൻ പറയുമ്പം കുറച്ച് ലോ ആണ്, നമ്മൾ വീക്കാണ്. യു തിങ്ക് ദാറ്റ് യു ഹാവ് ആങ്സൈറ്റി, യു ഹാവ് ഡിപ്രഷൻ, ദെൻ സീക്ക് ഹെൽപ്പ്. അതിനാണ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിലുള്ളത്. നമ്മൾ അവരുടെ അടുത്ത് പോകണം. യു ഷുഡ് ടേക്ക് ഹെൽപ്പ്. ആസ് എനി sick which is you're getting for your body, same thing should be taken for your mind to be fine, to be as a good individual. എല്ലാവരെയും പോലെ നന്നായി നിൽക്കാൻ ചിലപ്പോൾ നമുക്ക് മെൻ്റലി സപ്പോർട്ട് വേണ്ടി വരും. ഷുഡ് ടേക്ക് ദാറ്റ്. ആൻഡ് when I say about financially on your stand, ഞാൻ കാണാറുണ്ട് ചിലവർ they have job, they have income, they are financially independent. ഫിനാൻഷ്യലി ഫ്രീഡം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം then I was confused. What is this financial independence and financial freedom? ഇൻഡിപെൻഡൻസ് പറഞ്ഞാൽ എൻ്റെ സാലറി എൻ്റെ അക്കൗണ്ടിൽ വരുന്നുണ്ട്, ചിലവാക്കാൻ പക്ഷെ എനിക്ക് പെർമിഷൻ ഇല്ല. ചിലവാക്കണമെങ്കിൽ ഞാൻ ആരാ, ഫാദറോ അല്ലെങ്കിൽ ഹസ്ബൻഡോ, അവരെ പെർമിഷൻ വേണം എനിക്ക്. then you don't have freedom. You have financial independence, then you don't have financial freedom. You should have financial independence and you should have financial freedom. അതിൻ്റെ അർത്ഥം കിട്ടുന്ന ഒരു 30,000 ആണെങ്കിൽ അത് മൊത്തം ചിലവാക്കുക എന്നല്ല. You have specific plan for yourself. Your 40% is for your need. Your 30% is your want. നീഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ലും റെൻറ്റും ബാക്കി വരുന്ന നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. And your 30% is your want. Your want is your clothes, your shopping, and maybe നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിന് ചിലവാക്കാൻ. ആൻഡ് ദ നെക്സ്റ്റ് 30% ഇസ് യുവർ സേവിങ്സ്. സേവ് ചെയ്ത് വെക്കുന്നത് അതാണ് നിങ്ങൾക്ക് കാറ് മേടിക്കാനും വീട് മേടിക്കാനും
ട്രിപ്പിനൊക്കെ പോകാനുള്ളത്. അല്ലാതെ കിട്ടുന്ന മൊത്തം ചിലവാക്കുകയല്ല. സോ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നതെല്ലാം ചിലവാക്കലല്ല കേട്ടോ. ആൻഡ് എ പേഴ്സൺ വിത്ത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇപ്പം ബീയിങ് ഇൻ മൈ 46, ഞാൻ ഈ 30 ഇങ്ങനെയൊന്നുമല്ല. ഞാൻ പ്ലാൻ ചെയ്യുന്നത് എൻ്റെ റിട്ടയർമെൻറ്റാണ്. അറ്റ് ദ ഏജ് ഓഫ് 60 ഐ ഷുഡ് ബി കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ്. എൻ്റെ മക്കളോട് പോയിട്ട് ഹെൽപ്പ് ചോദിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവരുത്. എൻ്റെ വാപ്പാൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് എന്താണെന്ന് നോക്കി ഇരിക്കേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടാവരുത്. ഇറ്റ്സ് എ ബ്ലെസ്സിങ്. നമുക്ക് അവരുടെ നിന്ന് കിട്ടുന്നത് ബോണസാണ്. ആ ബോണസ് അല്ല ഞാൻ നോക്കുന്നത്. ഞാൻ എന്താണ് ഉണ്ടാക്കി, എൻ്റെ പെട്ടിയിൽ എൻ്റെ ബാങ്ക് ബാലൻസ് എന്തുണ്ടാവും എനിക്ക് 60-ൽ, എൻ്റെ ഹോം നേഴ്സിന് കൊടുക്കാൻ ഞാൻ ഉണ്ടാക്കിയത് ഉണ്ടാവുമോ എന്നുള്ളതാണ്. സോ യോഴ്സ് ഇസ് ഡിഫറെൻറ്റ്, മൈൻ ഈസ് ഡിഫറെൻറ്റ്, ബട്ട് everywhere there is a disciplined way of making money and saving it. ആൻഡ് റെസ്പെക്റ്റ് എന്നുള്ള, ഞാൻ ഇപ്പോൾ അടുത്ത് കോളേജിലൊരു മാം പറഞ്ഞപ്പം ഐ വാസ് ലൈക്ക് റെസ്പെക്റ്റ് എനിക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ ഓർത്തു. സോ ദ വേ ഷീസ് എ ഡോക്ടർ, ഷി വാസ് സെയിങ് റെസ്പെക്റ്റ് ഈസ് സപ്പോസ് ടു ഗെറ്റ് ഫ്രം ഹോം. വീട്ടിൽ നിന്ന്, നമ്മുടെ ഫാദറിൻ്റെ അടുത്തുനിന്ന്, നമ്മുടെ മദറിൻ്റെ അടുത്തുനിന്ന്, വീട്ടിലുള്ള എല്ലാവരുടെ അടുത്തൊന്നും, അതിനി ഹസ്ബൻഡ്, മക്കൾ, എല്ലാവരുടെ അടുത്തും ദർ ഇസ് എ ബേസിക് മിനിമം റെസ്പെക്ട് ടു ബി റിസീവ്ഡ്. അതിൻ്റെ അർത്ഥം നമ്മളെ കാണുമ്പോൾ അവർ എണീറ്റ് നിൽക്കണമെന്നല്ല കേട്ടോ. നമ്മളോട് സംസാരിക്കുമ്പോൾ, നമ്മളോട് ബിഹേവ് ചെയ്യുമ്പം അതിനൊരു വേ ഉണ്ട്. ദാറ്റ് ഹാസ് ടു ബി ഗെയിൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദാറ്റ് റെസ്പെക്ട്. ഡെഫിനറ്റ്ലി റെസ്പെക്റ്റ് കിട്ടാത്തടത്ത് നിങ്ങൾ നിൽക്കാൻ പാടില്ല കേട്ടോ. അടി മേടിച്ച് റെസ്പെക്റ്റ് ഇല്ലാണ്ട് ചവിട്ടും ഇടിയൊന്നും മേടിക്കുന്നിടത്ത് ഐ വിൽ നെവർ സേ യു സ്റ്റേ ദെയർ ഫോർ യുവർ ഫാമിലി. ഐ വിൽ നെവർ സേ ദാറ്റ്. റെസ്പെക്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് എൻ ഇൻഡിവിജ്വൽ. ആൻഡ് ടു ദ പാരൻസ്, നമ്മുടെ ദുബായ് ഷെയ്ഖ് ഹംദാൻ ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഹോം മേക്കേഴ്സ് അല്ല ജനറേഷൻ ഷേപ്പേഴ്സ് ആണെന്ന്. ഐ വാസ് സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. ജനറേഷൻ ഷേപ്പേഴ്സ്, നമ്മുടെ പാരൻസ്, യു ഹാവ് ഡെഫിനറ്റ്ലി ഷേപ്ഡ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി ഫോർ യു ആൻഡ് വെരി പ്രൗഡ്. നമ്മുടെ മലപ്പുറത്ത് ഉള്ള പാരൻസിൻ്റെ മാറ്റമാണ് ഈ ജനറേഷനിൽ കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ വന്ന മാറ്റം അല്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഫാദറിന് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. മൈ ഫാദർ മേ ബി അപ്പർ പ്രൈമറി ഒക്കെ പോയിട്ടുണ്ടാവുള്ളൂ. സ്റ്റിൽ ഞങ്ങൾ 9 പേരാണ്. എല്ലാവരും ഇപ്പോഴും ഒരാൾ പഠിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെ ഷീസ് 40, ഷീസ് ഡൂയിങ് ഹർ PG നൗ. എൻ്റെ സിസ്റ്റർ PhD ചെയ്യുന്നു. എല്ലാവരും വൺ ഓർ ദി അതർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം നമ്മുടെ പാരൻസാണ്. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദ പാരൻസ് ഹു ഹാഡ് സപ്പോർട്ടഡ് ദെയർ കിഡ്സ്. നേരത്തെ 8.5 months പ്രഗ്നൻ്റ് ആയ ആ കുട്ടിക്കും അതിൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് കരച്ചിൽ വരികയാണ്. ഐ എം സോ ഹാപ്പി ആൻഡ് വെരി ബ്ലെസ്ഡ് ടു ഹാവ് these kind of parents for us. And before I conclude, I think this speech has been very long. നിങ്ങൾ കോൺഫിഡൻറ്റോട് കൂടിയിട്ടായിരിക്കണം നടക്കേണ്ടത്. വിത്ത് കോൺഫിഡൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു, you should walk with confidence. One is that. And നമ്മൾക്ക് ആർക്കും പെർഫെക്റ്റ് ആവാനൊന്നും കഴിയില്ല. വി ആർ നോട്ട് പെർഫെക്റ്റ്. ഇപ്പം എൻ്റെ അടുത്ത് പലരും ചോദിച്ചാൽ ഞാൻ പറയും ഫിനാൻസ് ഐ എം ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ഓൾസോ ഓക്കെ. കുക്കിംഗ് ഐ എം റിയലി വീക്ക്. എനിക്ക് തിന്നാനേ അറിയുള്ളൂ, കുക്ക് ചെയ്യാൻ ശരിക്കും അറിയില്ല. സോ ഐ വിൽ സേ എല്ലാത്തിലും എനിക്ക് A+ ഒന്നും കിട്ടൂല. ഐ എം നോട്ട് വീക്ക് ഇൻ ദാറ്റ്. ഐ ക്യാൻ ക്ലീൻ ദ ഹൗസ് ബട്ട് ഐ കാൺ കുക്ക്. സോ ഡോണ്ട് ട്രൈ ടു ബി പെർഫെക്റ്റ് ഇൻ ഓൾ ദ ആസ്പെക്ട്സ്. അതെനിക്ക് അമ്മമാരോടും പറയാനുള്ളതാണ്. ഈ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മളെ തന്നെ അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ നമ്മളെ തന്നെ പഴി പറയേണ്ട ആവശ്യമില്ല. വി ആർ നോട്ട് പെർഫെക്റ്റ് ഹ്യൂമൻ ബീങ്സ്. വി ആർ നോട്ട് റോബോട്ട്സ്. നമ്മൾക്ക് ഇപ്പം ചെയ്യുന്നത് തന്നെ വലിയ അച്ചീവ്മെൻ്റ് ആണ്. മേക്കിംഗ് 3 കുട്ടികളെ നോക്കി വളർത്തി അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ഐ എം സോ ഹാപ്പി. ഈവൻ ഐ ഹാവ് 3 kids ആൻഡ് ഐ റിയലി ഫീൽ. ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു 3 കുട്ടികളുണ്ട്, പിന്നെ എന്തോന്ന് പറഞ്ഞു എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നീ 3 കുട്ടികളെ നോക്കുന്നത്, യു ആർ ഗോയിങ് ഫോർ വർക്ക് ആസ് വെൽ, ഇനി ഇതിൻ്റെ അപ്പുറം എന്താന്ന്. പക്ഷെ നമ്മുടെ മനസ്സിൽ അപ്പോഴും എന്താ പറയുക, നമ്മൾ പെർഫെക്റ്റ് അല്ല. അയ്യോ ഞാൻ ഏറ്റവും നല്ല ടോപ്പിൽ ഫുൾ A+ എല്ലാ സബ്ജക്റ്റിലും കിട്ടുന്ന ആളല്ലാന്ന്. സോ ഡോണ്ട് ട്രൈ ടു ബി പെർഫെക്റ്റ്. യു കാൺ ഡു ദാറ്റ്. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നമ്മളോട് എപ്പോഴും ഒരു അൺഹാപ്പിനെസ് ആവും. ഞാൻ പോരാ. അങ്ങനെയല്ല. I am good, I am the best, I am fine. ആ മെൻറ്റാലിറ്റിയിലാണ് ജീവിക്കേണ്ടത്. ആൻഡ് ഹാവ് ബ്യൂട്ടിഫുൾ സ്മൈൽ ഓൾവേസ്.
സാറ് പറഞ്ഞ പോലെ സതക്കയാണ്, ചിരിച്ചോളൂ, എല്ലാവരോടും ചിരിച്ചോളൂ. ആൻഡ് സ്മൈൽ ഈസ് കണ്ടേജിയസ്. നിങ്ങൾ ഒരാൾ ചിരിച്ചാൽ ബാക്കി എല്ലാവരും ചിരിക്കും. നിങ്ങൾ ചിരിക്കാത്ത ഒരാളെ നോക്കി നിങ്ങൾ ചിരിച്ചാൽ അവരും ചിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ് യു ഹാവ് ടു ഡു. ആൻഡ് ചില സമയത്തെ ഐ വോണ്ട് ടു സേ സ്പീക്ക് ഈവൻ ഇഫ് യുവർ വോയിസ് ഷെയ്ക്ക് ചെയ്തിട്ട് സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ഏതോ ഒരു മൂവി, ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി വിച്ച് മൂവി, ബട്ട് ഐ റിമെമ്പർ ദ പേഴ്സൺ ഇസ് സ്റ്റാൻഡിങ് ഇൻ ദ കോർട്ട്. കഷ്ടപ്പെട്ട് സംസാരിക്കുകയാണെങ്കിലും നമ്മൾ എന്താ പറയുന്നത്, ആ പറയുന്നതിൽ കണ്ടൻറ് ഉണ്ടെങ്കിൽ ദെൻ യു ആർ സക്സസ്ഫുൾ, ദെൻ ദാറ്റ് ഇസ് ബീൻ ഹേർഡ്. അപ്പം നമ്മൾ തോന്നാം വി ഡോണ്ട് ഹാവ് ദാറ്റ് സ്ട്രെങ്ത്, ഇവിടെ വന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നത്. അങ്ങനെയല്ല, യു ഷുഡ് ട്രൈ ദാറ്റ്. നമ്മൾ അങ്ങനെ കുറച്ച് വിത്ത് എഫേർട്ട് ആണെങ്കിലും യു ഷുഡ് സ്പീക്ക് ഫോർ യുവർ സെൽഫ് സ്പെഷ്യലി. ആൻഡ് ഈ ഹാർട്ട് ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ സാധനം ഉണ്ടാവില്ലേ, അപ്പോഴും ഇനി അതല്ല, എന്തൊക്കെ സംഭവിച്ചാലും you're gonna walk, you're not gonna stay back, you're gonna fight, you're gonna walk throughout your life with that beautiful smile of yours. പിന്നെ തോറ്റുപോയി സബ്ജക്റ്റ് എവിടെയെങ്കിലുമൊക്കെ മിസ്സായി സപ്ലി കിട്ടിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ഇറ്റ് ഈസ് എഗെയിൻ എ ചാൻസ്, ഓൾവേസ് ദർ ഇസ് എ ചാൻസ്. എല്ലാവരും ലൈഫിൽ പല സ്ഥലങ്ങളിൽ, ചിലപ്പോൾ പറയുന്നുണ്ടാവാത്ത പല സ്ഥലങ്ങളിലും തോറ്റിട്ട് തന്നെയാണ് എല്ലാവരും വിജയത്തിൽ എത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർ ഇനി ലൈഫിൽ ഇനിയും നിങ്ങൾക്ക് പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഈവൻ ഇൻ യുവർ ഹയർ എഡ്യൂക്കേഷൻ ഓൾസോ യു മൈറ്റ് എക്സ്പീരിയൻസ് ഫെയിലിയർ, ബട്ട് ഡോണ്ട് പുട്ട് യുവർ സെൽഫ് ഡൗൺ ഓൺ ദാറ്റ് നെയിം, ട്രൈ അഗെയിൻ. ഞാൻ എൻ്റെ ഫാദറിനെ തന്നെ ഒന്ന് ചിന്തിക്കുമ്പം, മൈ ഫാദർ ഹാഡ് ഡൺ സോ മെനി ബിസിനസ്. അപ്പം ഒരു 20 ബിസിനസ് എടുത്താൽ 10 ഉള്ളൂ, ബാക്കി 10 ഹി ഹാഡ് ഷട്ട് ഡൗൺ. ആൻഡ് ഹീ ഈസ് നോട്ട് വറീഡ് അബൌട്ട് ഇറ്റ്, ഹീ സോ കറേജിയസ്. ഹീസ് അത് ശരിയായില്ല, അപ്പം ഞാൻ അടുത്ത് തുടങ്ങി, ഇത് സക്സസ്ഫുൾ ആയി, പിന്നെ ഒരെണ്ണം തുടങ്ങി, അത് പോയി, കുഴപ്പമില്ല, ഞാൻ അടുത്ത് തുടങ്ങി. ഗിവ് അപ്പ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും എങ്ങനെയാണ് ഇത്, എനിക്കൊണ്ട് പറ്റില്ല എന്ന്. പക്ഷേ there are lot of role models for you as your teachers, as our Salahuddin sir and many more, ഇവിടെ വന്ന എല്ലാ ഗസ്റ്റും, and maybe your parents and lot of people in Insta, social media where you follow handicapped ആയിട്ട് അല്ലെങ്കിൽ ശരിക്കും സംസാരിക്കാൻ പറ്റാത്തവർ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഫെയിലിയർ ആയവരും ഒരു വേയിൽ അല്ലെങ്കിൽ വേറെ വേയിൽ they have find their success because they were never ready to give up. So girls and boys, I'm so happy and I congratulate all the graduates and please remember the words. എൻ്റെ ഇവിടെ പറഞ്ഞ എല്ലാവരുടെയും കേൾക്കുമ്പം നോട്ട് ചെയ്യുക. കുറച്ച് കഴിഞ്ഞാൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോയാൽ നമുക്ക് ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ലൈഫിൽ ഗ്രോ ചെയ്ത് സക്സസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഹാവ് clarity about where you want to reach, what is your aim and how you want to be successful and what you are going to be on your 40s. അത് ഇപ്പം തന്നെ ഡ്രീം ചെയ്യുക. Great dreamers, may God bless you and achieve all the success in life. Congratulations once again. Thank you. Jai Hind.